സമൂഹമാധ്യമത്തിലൂടെ അപമാനിച്ചതിനെ തുടർന്ന് കോഴിക്കോട് ഗോവിന്ദാപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിൽ പ്രതി ഷിംജിതയ്ക്ക് ജാമ്യം കിട്ടി. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം നൽകിയത്. 20 ദിവസത്തിലധികമായി ജയിലിൽ ആയിരുന്നു ഷിംജിത. MS അനീഷ് കുമാർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അനീഷ്, ഷിംജിതയുടെ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് ഇവയുടെ ഫോറൻസിക് പരിശോധനാ ഫലം കിട്ടാത്തതിനാൽ ജാമ്യം നൽകരുത് എന്നുള്ളൊരു നിലപാടുണ്ടായിരുന്നുവല്ലോ പ്രോസിക്യൂഷൻ. എന്താണിപ്പോൾ ജാമ്യം കിട്ടാനിടയായ സാഹചര്യം? മഞ്ജുഷ, നേരത്തെ കേസുമായി ബന്ധപ്പെട്ട് കുന്നമംഗലം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ആദ്യം ഷിംജിതയെ ഹാജരാക്കിയത്. അവിടെ ഒന്ന് റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഏതാണ്ട് 21 ദിവസം റിമാൻഡിൽ പിന്നിട്ട് കഴിയുമ്പോഴാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. കുന്നമംഗലം കോടതിയിൽ നേരത്തെ ജാമ്യാപേക്ഷ നൽകിയിരുന്നു, എന്നാൽ കോടതി ജാമ്യം നിഷേധിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ജില്ലാ കോടതിയെ സമീപിച്ച് ജാമ്യ ഹർജി നൽകിയത്. എന്തായാലും വളരെ വിശദമായ വാദങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഉയർന്ന് കേട്ടത്. ഇതിന് ഏറ്റവും ഒടുവിൽ പ്രോസിക്യൂഷനുടെ നിലപാടിലേക്ക് എത്തിയത് ദീപകിന്റെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഇതിന്റെ വിശദമായ ഫോറൻസിക് പരിശോധന ഫലം കിട്ടിയ ശേഷം മാത്രമേ ജാമ്യം നൽകാവൂ എന്നതായിരുന്നു. ഒപ്പം ഷിംജിതയുടെ ഫോണിന്റെ പരിശോധനാ ഫലവും ലഭിക്കണം. കാരണം ഈ വീഡിയോയിൽ ചില എഡിറ്റിങ്ങുകൾ നടത്തിയതായുള്ള സംശയം പോലീസിനുണ്ട് എന്നും അറിയിച്ചിരുന്നു. പക്ഷേ ഈ വാദങ്ങളൊക്കെ പൂർണ്ണമായി തള്ളിയാണ് കോടതി ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത്. കാരണം ഫോറൻസിക് പരിശോധനാ ഫലം വരണമെങ്കിൽ ഒരുപാട് കാലതാമസമുണ്ട്. പ്രത്യേകിച്ചും ഫോറൻസിക് ലാബിൽ ഒരുപാട് സാമ്പിളുകളാണ് പലയിടങ്ങളിലായി കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് അനിയന്ത്രിതമായി അല്ലെങ്കിൽ അനിശ്ചിതമായി ഇത്തരത്തിൽ ഈ കാലാവധി നീട്ടി നൽകാൻ കഴിയില്ല എന്ന് പ്രതിഭാഗം വാദിക്കുകയായിരുന്നു. 2ാമത്തെയും 4ാമത്തെയും വെള്ളിയാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാവണം എന്ന നിർദ്ദേശമുണ്ട്. ഒപ്പം സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല, 50,000 രൂപയുടെ 2 ആൾ ജാമ്യം, സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഇടപെടരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് കോടതി നൽകിയിരിക്കുന്നത്. വിദേശത്തേക്ക് പോകുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ തടസ്സമില്ല എന്നും ഷിംജിതയുടെ അഭിഭാഷകർ നേരത്തെ പറഞ്ഞു. മഞ്ജുഷ്, ശരി. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഷിംജിതയ്ക്ക് ജാമ്യം കിട്ടി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.